നമസ്കാരം, എല്ലാവരും സുഖമായൊക്കെ ഇരിക്കുന്നല്ലോ. ഇന്ന് മീൻ കൊണ്ടൊരു അർമാദിക്കലാണ്. ചൂരയുണ്ട്, മത്തിയുണ്ട്, പിന്നെ ഇതാ നമ്മുടെ കുറേ മുരിങ്ങയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ തേങ്ങ വറുത്ത ഇന്ന് നമ്മുടെ മീൻകറി വെക്കുന്നത് ചൂരയാണ്. അപ്പോൾ വറുത്തരച്ച് വെക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടു. അത് നന്നായിട്ട് മൂപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചൂര, പിന്നെ കുറേ മത്തിയും കൂടെ ഉണ്ട്. നമ്മുടെ ചൂര വെട്ടുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, ഒരുപാട് പേര് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചൂര വെട്ടുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. ഇതിൽ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റേ വീഡിയോ പോയി നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നന്നായിട്ട് വെട്ടാനൊക്കെ അറിയാത്തവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം കൂടെ അരച്ചങ്ങ് എടുത്തു. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉലുവ ഇട്ടത്. കാരണം ഉലുവ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നില്ല, അതിനൊരു ചവർപ്പുണ്ടല്ലോ, അത് കൂടുതലായിട്ട് അനുഭവപ്പെടേണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് മീൻകറി വെക്കുമ്പോഴേ ആദ്യമേ കുറച്ച് തേങ്ങ വറക്കാൻ നോക്കണം. അപ്പോൾ അത് ചൂടൊക്കെ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വെട്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ മത്തി ഒന്ന് പറ്റിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അത് നമ്മൾ മത്തി നന്നായി കഴുകിയൊക്കെ എടുത്തു. പിന്നെ ഉള്ളിയും പച്ചമുളകും പിന്നെ മുരിങ്ങയ്ക്കായും വടക്കംപുളിയാണ് ഇടുന്നത്. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് ഉലുവയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇടുന്നില്ല, അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയൊക്കെ കഴുകിയെടുക്കുന്ന കുറച്ച് വെള്ളം, പിന്നെ ഉപ്പിടിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. വലുതായിട്ടൊക്കെ കൂട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മീൻ വേവത്തുമില്ല, കുറച്ച് വെള്ളമല്ലേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ പറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചൂര വറുത്തരച്ച് വെച്ചതും മത്തി പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂരയിൽ പിന്നെ തലയും മുള്ളും മാംസവും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ വെച്ചത് കേട്ടോ. വേറെ വേർതിരിച്ചൊന്നും വെച്ചില്ല. മത്തി മുരിങ്ങയ്ക്ക ഇട്ട് പറ്റിച്ചത്, പിന്നെ നമുക്ക് മുരിങ്ങപ്പൂ തോരനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റങ്ങൾ ഇതൊക്കെയാണ്. വടക്കംപുളിയൊക്കെ ഇട്ട് നല്ല വറുത്തരച്ച ചൂരക്കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഉലുവ ഞാൻ വറുത്തരച്ച കറിയിൽ അരയ്ക്കുന്നില്ല എന്ന്. പക്ഷേ ഞാൻ മത്തി വെച്ചപ്പോൾ അതിനകത്ത് അരയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതെന്താ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമല്ലേ? അതെന്ന് വെച്ചാൽ നമ്മുടെ മത്തി പറ്റിക്കുമ്പോൾ ഉലുവ അങ്ങനെ ചതച്ചിടുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ വറുത്തരച്ച കറിയിൽ ഇങ്ങനെ അരച്ചൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു ടേസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ച ഉലുവ ഇടുന്നത്. പിന്നെ നമ്മുടെ മുരിങ്ങയാണ് സ്പെഷ്യൽ. മുരിങ്ങപ്പൂവൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇവിടുത്തുകാരത് ഉപയോഗിക്കുകയില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് കായായാലും പൂവായാലും ഇലയായാലും അവർ പിച്ചിക്കോളാൻ പറയും. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ മുരിങ്ങയെന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. അപ്പോൾ നമ്മൾ പോയത് എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണേ. സിമ്പിളെന്ന് പറഞ്ഞാൽ മീനുണ്ട്, പിന്നെന്തോ വേണം അല്ലേ? നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഒരു ഒഴിച്ചേറി, ഒരു തോരൻ, വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടെ, ഇത്രയേ ഉള്ളൂ. ഒരു പാത്രം നിറയെ കറികളൊന്നും വാരി വെക്കത്തില്ല കേട്ടോ. എല്ലാവർക്കും ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇത്രയൊക്കെ പോരെ, അതൊക്കെ ശീലിക്കുന്നതല്ലേ നല്ലത്. അപ്പോഴേ ഉച്ചയൂണൊക്കെ ഇഷ്ടമായോ എന്ന് പറയണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.